ഇനി നമുക്ക് ഡൈ ചെയ്യാതെ തന്നെ നമ്മുടെ നരച്ച മുടീനെ കറുപ്പിക്കാൻ ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി. അടുക്കളയിലുള്ള ഈ ഒരു സൂത്രം കൊണ്ട് മുടിയിലേക്ക് ഒന്ന് തൊട്ട് നോക്കൂ, വളരെ നല്ല റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ ഒന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കിടക്കാച്ചി സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ നരച്ച മുടി കണ്ടിട്ട് ആരും വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. അതുപോലെ മുടി നല്ലപോലെ കറുത്ത് തിളങ്ങാനും പിന്നെ ഡാൻഡ്രഫ് അതുപോലെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനും ചെറിയ ചെറിയ ചൊറിച്ചിൽ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും വളരെ നല്ലൊരു ടിപ്പാണിത്. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഇതുപോലെ അരിയൊക്കെ കാണുമല്ലോ അല്ലേ. ഇത് ഞാൻ ബിരിയാണി അരിയാണ്. കുറച്ച് അരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ അത് ഫുള്ള് ചെള്ള് കയറിയായിരുന്നു കേട്ടോ. വേറെ കുറച്ച് അരിയുടെ കൂടെയാണ് ഇത് വെച്ചത് കാരണമാണ് ഇങ്ങനെ ചെള്ള് കയറാൻ കാരണം. അപ്പോൾ അന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഫുള്ള് ചെള്ളായിരുന്നു. അപ്പോൾ നമുക്കിതിങ്ങനെ എളുപ്പത്തിൽ കളയാം. അപ്പോൾ ആ ചെള്ള് കയറിയ അരിയിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന ഏത് അരിയിലാണ് ചെള്ളുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ എന്നാണെന്ന് കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ അരിയുടെ വിലയൊക്കെ അനുസരിച്ച് നമുക്കിത് കളയാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ എത്ര അരിയാണോ എടുക്കുന്ന ആ അരി ഒരു പാത്രത്തിലേക്ക് ഒരു മുറത്തിലേക്ക് എടുക്കുക. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഫുള്ള് ചെള്ളും അതിൻ്റെ അകത്ത് നിറങ്ങിപ്പോകും. നല്ല ക്ലീനായിട്ട് നല്ല സൂപ്പറായിട്ട് പുതിയതുപോലെ തന്നെ നമ്മുടെ അരി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ല, ലൈവായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഞാൻ ആ അരിയുടെ ഒന്ന് സൈഡിലോട്ട് മാറ്റിക്കണം. അരിയിൽ നിന്ന് ചെള്ളു ഫുള്ള് ഇറങ്ങിയതേ നമ്മുടെ മുറം വരി വെളിയിലേക്ക് പോകുന്നുണ്ട് കണ്ടോ. അതിനുശേഷം നല്ലപോലെ കഴുകിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീടുകളിൽ ഒരുപാട് വെള്ളം മുണ്ടുകളെല്ലാം ചെളി പിടിച്ചും കറയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കിത് വെളുപ്പിക്കാൻ വേണ്ടി നമ്മൾ ബ്ലീച്ചിങ് വാട്ടറോ അതും അങ്ങനെ ഒരുപാട് കാര്യം ക്ലോറിൻ ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ മുണ്ടൊക്കെ മുക്കി വെക്കുമ്പോൾ മുണ്ടെല്ലാം നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഡിഷ് വാഷ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുളിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ അതാണേലും ഒന്ന് ഉരച്ച് കഴുകുവാണെങ്കിൽ അടിപൊളിയായിട്ട് ചെറിയും കടയും എല്ലാം പോയി നല്ല സൂപ്പറായിട്ട് നമ്മുടെ വെള്ളം മുണ്ട് ഷർട്ടും ഒക്കെ വെളുത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡിഷ് വാഷ് ആണ് ഏറ്റവും നല്ലത്. ഡിഷ് വാഷിൻ്റെ ഓയിലാണെങ്കിലും എടുത്ത് മുക്കി വെച്ചതിന് ശേഷം അലക്കിയാൽ മതി. അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മളൊക്കെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എന്താണേലും നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കും. ചിലപ്പം ചിലർ മേക്കപ്പൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ചുമ്മാ നമ്മളൊരു പൗഡർ ആണെങ്കിലും മുഖത്തിടുന്നവരാണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇപ്പോഴത്തെ ചൂടനുസരിച്ച് നമ്മുടെ മുഖമൊക്കെ കരുവാളിച്ചും അതുപോലെ ടാണൊക്കെ അടിച്ച് കറുത്ത് കണ്ണിന് ചുറ്റുമൊക്കെ കറുത്തൊക്കെ ഇരിക്കും. പിന്നാണ് നമുക്കൊരു പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പം ഞാൻ ക്ലീനപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്നിങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ പൗഡറൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുഖത്തിന് നല്ലൊരു തെളിച്ചായിട്ട് നല്ല ഗ്ലോ ആയിരിക്കും. അതിനായിട്ടൊരു അരമുറി നാരങ്ങ എടുക്കുക. പിന്നെ അധികം കട്ടിയായിട്ടുള്ള കല്ല് അനുസരിച്ച് പഞ്ചസാര എടുക്കാതെ പൊടി പഞ്ചസാര ഉണ്ടെങ്കിൽ അതിൽ മുക്കിയെടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തിട്ട് ഒന്ന് മുക്കിയിട്ട് നമ്മുടെ മുഖത്തെല്ലാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ചെറിയ രീതിയിൽ കൊടുക്കുവാണെങ്കിൽ നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും. അഴുക്കൊക്കെ മങ്ങിയ കളറിലുള്ള അഴുക്കും എല്ലാം മുഖത്ത് കാണും, അതെല്ലാം പോകാൻ സഹായിക്കും. സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ ചെറിയ ഓയിലി സ്കിന്നാണ്, ചെറിയ ഓയിലൊക്കെ മാറി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇത്. താൽക്കാലികമായി നല്ല ക്ലീൻ ലുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. അടിപൊളി ടിപ്പാണ് ഞാൻ ചെയ്യാറുള്ളതാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോഴുണ്ടാകുന്ന നര, അകാല നര, ഈ നരേനെയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂത്രമാണിത് കേട്ടോ. ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഏറ്റവും നല്ലൊരു ടിപ്പാണിതും. ഇത് ഇഞ്ചിയാണ്. നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ എപ്പോഴും എല്ലാവരുടെ കയ്യിൽ കാണുന്ന ഇഞ്ചി. ഈ ഒരു കഷ്ണം ഇഞ്ചി കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ നരച്ച മുടീനെ കുറയ്ക്കാനും ഡാൻഡ്രഫ് പോകാനും അലർജി ഉണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ മുടി നല്ലപോലെ കിളുക്കാനും ഒക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് നമുക്കൊന്ന് ചിരണ്ടിയെടുക്കാം. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക ഇഞ്ചി. അതിനുശേഷം ഒരു ചോള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. ആ ഇഞ്ചി എടുത്ത് നല്ലപോലെ കഴിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് പാലാണ് കേട്ടോ. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാവേ. ഞാനിപ്പം പശുവും പാലാണ് എടുത്തത്, മിൽമ പാലിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. നല്ല നാടൻ പാൽ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ല തേങ്ങാപ്പാൽ എടുക്കുക. ആ തേങ്ങാപ്പാൽ ഒഴിച്ച് വേണം നമുക്ക് ഇഞ്ചി നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒരു തുള്ളി പോലും ചേർക്കരുത്.
അരയ്ക്കരുത്, പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് മിക്സിയുടെ ജാറ് പാലൊഴിച്ച് തന്നെ ഒന്ന് കഴുകിയെടുത്ത് ആ ഒരു ഇതും കൂടെ ആക്കിയിട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഇച്ചിരി ഒന്ന് ലൂസാക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ച് വേണമെങ്കിൽ എടുക്കാം. ഒരു തുണിയിൽ അരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. തരിയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയിൽ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് തലയിലേക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് വേറൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എണ്ണമയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുടിക്ക് നല്ലതാണ്. പാലിലെ എണ്ണമയോ ഇതെല്ലാം ഉള്ളത് കാരണം നമ്മുടെ മുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ മുടി ആർത്ത് കേൾക്കാൻ നല്ലതാണ്. മുടിയിൽ ഉണ്ടായിരിക്കുന്ന ആ താരന്, അതുപോലെ ഈര്, പേന് ഇതെല്ലാം പോകാനും, ഈ അലർജി ചെറിയ ചൊറിച്ചിലൊക്കെ കാണുമല്ലോ അതൊക്കെ മാറാനും ഇഞ്ചി വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ മുടീനെ കട്ട കറുപ്പാക്കാനും വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ മുടിയിലേക്ക് തന്നെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കയ്യിലിങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിലും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നിറയുള്ള ഭാഗങ്ങളിലൊക്കെ കൂടുതൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആഴ്ചയിൽ ഇതൊന്ന് ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മുടിക്ക് നമ്മൾ ഡൈ ഒന്നും ചെയ്യാതെ ഇതൊന്നും വാരി തലയിൽ തേക്കാതെയും കെമിക്കലൊന്നും മേടിച്ചടിക്കാതെയും നമുക്ക് നമ്മുടെ മുടി നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാനും പറ്റും, മുടി കിളിർപ്പിക്കാനും പറ്റും. അടിപൊളി റിസൾട്ടാണ്. എരിച്ചിൽ അങ്ങനെ എനിക്ക് ചെയ്തിട്ട് അങ്ങനെ എരിച്ചിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. അതുപോലെ എൻ്റെ കുട്ടിയുടെ തലയിൽ താരനും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ നരയും നെറ്റിയുടെ സൈഡിലും ഒരു സൈഡിലെല്ലാം ചെറിയ ചെറിയ നരയുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം കുട്ടിയുടെ തലയിൽ ഇതുപോലെ കയ്യിലൊന്ന് മുക്കിയിട്ട് കുട്ടിയുടെ സ്കാൽപ്പിലും എല്ലാം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുളിക്കുന്ന എപ്പോഴാണോ സാധാ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ മതി, കഴുകി കളഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ ഷാമ്പു ഇടുകയോ താളി ഇടുകയോ ഒന്നും ചെയ്യേണ്ട, യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ കണ്ടില്ല എൻ്റെ മുടി നല്ലപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ ഇപ്പോൾ എല്ലാ ആഴ്ചയും ഞാൻ ഇത് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. മുടിയൊക്കെ കിളുക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇപ്പം മകൻ്റെ തലയിൽ ഒത്തിരി ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അതെല്ലാം നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. മുടി ചെറുതായിട്ട് നരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.